വെറുതെ പറയൽ നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ നാമം അത്ഭുത നാമമാണ്. യേശുവിൻ്റെ നാമം രക്ഷാനാമമാണ്. യേശുവിൻ്റെ നാമം സൗഖ്യനാമമാണ്. അത് വിമോചനത്തിൻ്റെ നാമമാണ്. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, യേശുവിൻ്റെ നാമത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ആ പ്രത്യേകത എന്താണ്? അപ്പോസ്തല പ്രവർത്തനം. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വന്നേ. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം. എൻ്റെ പ്രിയപ്പെട്ട രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാനുള്ള ശക്തി ആത്മാവ് പ്രദാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്ത് ശക്തി? സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാനുള്ള ശക്തി. ഇന്ന് കർത്താവിന് ആവശ്യം സഹിക്കുന്ന ആത്മാക്കളെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ പറയൽ നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ നാമം അത്ഭുത നാമമാണ്. യേശുവിൻ്റെ നാമം രക്ഷാനാമമാണ്. യേശുവിൻ്റെ നാമം സൗഖ്യനാമമാണ്. അത് വിമോചനത്തിൻ്റെ നാമമാണ്. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, യേശുവിൻ്റെ നാമത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ആ പ്രത്യേകത എന്താണ്? അപ്പോസ്തല പ്രവർത്തനം. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വന്നേ. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 41-ാം വചനം ഒന്ന് വായിച്ചേ. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? അവർക്ക് പറഞ്ഞേ. സൗഖ്യം മാത്രമാണോ? വിടുതൽ മാത്രമാണോ? അത്ഭുതം മാത്രമാണോ? അനുഗ്രഹം മാത്രമാണോ? അഭിഷേകം മാത്രമാണോ? യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? അത് വേണ്ടവരെന്ന് കരം പൊക്കി. ചില പറയാം, എൻ്റെ ബ്രദറെ അത് അത്യാവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് നമ്മുടെ ഡെപ്പോസിറ്റ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ബോധ്യം ഉണ്ടാവണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിൽക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ആ നാമത്തിൽ അത്ഭുതം മാത്രമല്ല, ആ നാമത്തിൽ അനുഗ്രഹം മാത്രമല്ല, ആ നാമത്തിൽ കൃപാവരങ്ങൾ മാത്രമല്ല, ആ നാമത്തിൽ ഡെലിവറൻസ് മാത്രമല്ല, ആ നാമത്തിൽ എന്തുണ്ട്? അപമാനങ്ങളുണ്ട്, നിന്ദകളുണ്ട്, ദുഷിപ്പുകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, മാറ്റി നിർത്തലുകളുണ്ട്, മുറിപ്പെടുത്തലുകളുണ്ട്. ഹല്ലേലൂയ. അവിടെയാ പവർ. ഹല്ലേലൂയ. പവർ കിടക്കുന്നത് അവിടെയാ. മനസ്സിലാവുന്നുണ്ടോ? പവർ അവിടെയാ കിടക്കുന്നത്. അതുകൊണ്ട് അത് കർത്താവ് അനുവദിക്കുമ്പോ നമ്മൾ പിറുപിറുക്കരുത്, അസ്വസ്ഥരാകരുത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ തലയ്ക്ക് മുകളിൽ കർത്താവ് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അരിപ്പ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ കർത്താവ് ഒരു അരിപ്പ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അരിപ്പ കാണാൻ പറ്റുന്നുണ്ടോ? ഈ അരിപ്പയിലൂടെ മാത്രമേ എന്തും നമ്മുടെ ജീവിതത്തിൽ വന്ന് വീഴുവാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. ഒരു അരിപ്പ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിലൂടെ അരിച്ച് ആവശ്യമില്ലാത്തൊക്കെ അവിടെ തടയും. അങ്ങ് പോരില്ല, അവിടെ തടഞ്ഞു നിൽക്കും. ആവശ്യമുള്ളത് മാത്രമേ നിന്റെ ജീവിതത്തിൽ വന്നു വീഴുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന സകലതനെ ഓർത്ത് ചങ്ക തുറന്ന ആനന്ദത്തോടെ നന്ദി പറഞ്ഞ് കർത്താവിന് അങ്ങ് മഹത്വം കൊടുത്തേ. അതാണ് വചനം പറയുന്നത്. നമുക്കറിയാവുന്ന വചനം. ആ അരിപ്പയുടെ പേരെന്താണെന്നറിയോ? ആ അരിപ്പയുടെ പേരാണ് റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്ന. അപമാനമാകട്ടെ, നിന്ദയാകട്ടെ, ദുരിതമാകട്ടെ, കഷ്ടതയാകട്ടെ, വേദനയാകട്ടെ, പട്ടിണിയാകട്ടെ, എന്തുവാകട്ടെ, അത് നമ്മുടെ നന്മയ്ക്കായി മാറ്റുവാൻ കഴിയുന്ന വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ റോമർ 8:28 എന്ന് പറയുന്ന ഈ അരിപ്പയിലൂടെ മാത്രമേ എന്തും നമ്മുടെ ജീവിതത്തിൽ വന്നു വീഴുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എൻ്റെ സഹോദരങ്ങളെ അവര് പറയാണ്, യേശുവിന്റെ നാമത്തിൽ അപമാനം മാത്രമല്ല, വേറെന്തുണ്ട്? സഹനമുണ്ട്. ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികൾ മാത്രമാണോ? യേശുവിന്റെ നാമത്തിൽ മരിച്ചു ഉയർത്തു വരുന്നത് മാത്രമാണോ? തലവാതിലുകൾ ചാടി എഴുന്നേൽക്കുന്നു യേശുവിന്റെ നാമം പറയുമ്പോൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പിശാച് വിട്ടുപോകുന്നു. അത് മാത്രമാണോ? യേശുവിന്റെ നാമത്തിൽ കൊടിയ സഹനങ്ങളുണ്ട്. അത് വേണോ? സ്വരം പോരല്ലോ ദൈവമേ, എന്റെ പൊന്നു ബ്രദറെ, അത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. ആണോ? ഇത് വേണം. കർത്താവിന്റെ സുവിശേഷം സഹനത്തിന്റെ സുവിശേഷമാണ്, കുരിശിന്റെ സുവിശേഷമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, പറഞ്ഞേ. ഹല്ലേലൂയ.